KCB ഒരു മോണോപോളി ആയിട്ട് പോലും അത് എന്തുകൊണ്ട് പ്രോഫിറ്റബിൾ ആയിട്ടില്ല എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ആലോചിക്കേണ്ട കാര്യമാണ്. എന്നിരുന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് KCB എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ അല്ല. ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും അധികം സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു വീഡിയോ ആണ്. കാരണം നമ്മളൊക്കെ ലൈഫിൽ ഉണ്ടാവുന്ന അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിനൊരു റിസൾട്ട് വരുന്ന സമയത്ത് തന്നെയാണ് നമുക്ക് ഏറ്റവും അധികം സന്തോഷം ഉണ്ടാവുക അല്ലേ. അതുപോലെ എൻ്റെ ഒരു സന്തോഷം എന്നുള്ളതിനേക്കാൾ ഞങ്ങളുടെ സന്തോഷം എന്ന് ഞാനത് തിരുത്തി കുറിക്കുകയാണ്. അതായത് നമ്മൾ 2020 നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, എൻട്രിയിൽ ടെക്നിക്കൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, ഇലക്ട്രിക്കൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു ഇലക്ട്രിക്കൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മളോടൊപ്പം ഒരു ടീം ഉണ്ടായിരുന്നു. ഏറ്റവും മികച്ച അധ്യാപകരായിട്ടുള്ള സാലിം സാറ്, അതേപോലെ തന്നെ സിബിൻ സാറ്, അതേപോലെ തന്നെ ഷാലിഖ് സാറ്, അരവിന്ദ് സാറ്, അങ്ങനെ ഒരുപാട് അധ്യാപകർ. ആ ഒരു ടീം ഓഫ് ടീച്ചേഴ്സിൻ്റെ ആ ഒരു എഫേർട്ട് അന്ന് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. സോ അന്ന് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ജേണി എന്ന് പറയുന്നത് അത് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്തൊരു ജേണിയാണ്. ഒരുപക്ഷെ ആദ്യമായിട്ട് സബ് എഞ്ചിനീയർ എക്സാം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് എൻട്രി ടെക്നിക്കൽ ചാനലിൽ തന്നെയായിരിക്കും. നിങ്ങൾക്ക് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ആ വീഡിയോ കാണാൻ കഴിയും. സോ അന്ന് തുടങ്ങിയ ആ ഒരു ജേണിയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഗംഭീരമായിട്ടുള്ളൊരു റിസൾട്ട്, അതായത് ഒരുപക്ഷെ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എൻട്രിയിലെ ഉദ്യോഗാർത്ഥികൾ ഇത്രയും വലിയൊരു വിജയം നമ്മൾ കൈവരിക്കും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞങ്ങളൊക്കെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു മികച്ച വിജയം ഉദ്യോഗാർത്ഥികൾ തന്നു. തീർച്ചയായിട്ടും അത് ആ ഉദ്യോഗാർത്ഥികളുടെ കൂടി കൃത്യമായിട്ടുള്ള എഫേർട്ടും ഡെഡിക്കേഷനും കമ്മിറ്റ്മെന്റും കൊണ്ട് തന്നെയാണ് ആ റിസൾട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് KCB സബ് എഞ്ചിനീയർ അനാലിസിസ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഈ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിച്ചത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രധാനമായിട്ടും ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഒന്ന് റാങ്ക് ലിസ്റ്റിനെ കുറിച്ച് നമുക്കൊന്ന് അനലൈസ് ചെയ്യണം. അതേപോലെ തന്നെ എക്സ്പെക്റ്റഡ് വേക്കൻസി, പല ആളുകൾക്കും ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ കൺഫ്യൂഷൻസ് ഉണ്ട്. എത്രത്തോളം വേക്കൻസീസ് വരുന്നുണ്ട്, നിയമന നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ അത്തരം കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം. അതേപോലെ എൻട്രി ആപ്പിൽ വന്നിട്ടുള്ള റിസൾട്ടുകളെ കുറിച്ച് ആൻഡ് വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻസും, ഇത്രയും ക്വസ്റ്റ്യൻസുകളായിരിക്കും അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളായിരിക്കും ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓൾറെഡി ഈ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഒരുപക്ഷെ കഴിഞ്ഞ ഈ റാങ്ക് ലിസ്റ്റിൽ വരാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഒരു നല്ല ഗവൺമെന്റ് ജോബ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഈ വീഡിയോ 100% യൂസ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. റാങ്ക് ലിസ്റ്റ് നോക്കുന്ന സമയത്ത് മെയിൻ ലിസ്റ്റിൽ ഏതാണ്ട് 941 ഉദ്യോഗാർത്ഥികളാണ് വന്നിട്ടുള്ളത്. വേക്കൻസികൾ, അതായത് ഈ 941 ഉദ്യോഗാർത്ഥികൾക്കും ജോബ് ലഭിക്കുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത്രയും ഉദ്യോഗാർത്ഥികൾക്ക് ജോബ് ലഭിക്കാനുള്ള സാധ്യതയൊന്നും ഇല്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 3 വർഷത്തെ വാലിഡിറ്റി ഉള്ള ഒരു റാങ്ക് ലിസ്റ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സോ 3 വർഷങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്, 3 ഇയേഴ്സ് നിങ്ങളുടെ മുന്നിലുണ്ട്. ആ 3 ഇയേഴ്സിൽ വരുന്ന സബ് എഞ്ചിനീയറിൽ വരുന്ന എല്ലാ അവസരങ്ങളും നിങ്ങളിലേക്ക് തേടിയെത്തുമെന്നുള്ളതാണ്. അതേപോലെ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത സമയത്ത് 1000-ന് മുകളിൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. സോ ഇത്രയും ആളുകളാണ് നമ്മുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. ഈ റാങ്ക് ലിസ്റ്റിൽ എൻട്രിയുടെ ഉദ്യോഗാർത്ഥികൾ മികച്ച വിജയം തന്നെയാണ് കരസ്ഥമാക്കിയത് എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി നമ്മുടെ റിസൾട്ടിലേക്ക് നമ്മൾ പോവാണ്. നമ്മൾ റിസൾട്ട് അനൗൺസ് ചെയ്യാനുണ്ട്. അതിലേക്ക് നമ്മൾ ഓൾറെഡി നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എൻട്രിയുടെ ഗോൾഡ് ബാച്ചിൽ നിന്ന് മാത്രം 120-ലധികം ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അതുകൂടാതെ നോർമൽ ബാച്ച് സ്റ്റുഡൻസും മറ്റു വിദ്യാർത്ഥികളോട് ചേരുമ്പോൾ അത് വലിയൊരു കൗണ്ട് തന്നെ ആയിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സോ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ കൃത്യമായിട്ട് പറയാന്നുണ്ടെങ്കിൽ എത്രത്തോളം ആളുകൾക്ക് ജോബ് ലഭിക്കുമെന്നുള്ളത് അത് വേക്കൻസിയെ കൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും അല്ലേ നമ്മൾ പറയേണ്ടത്. എത്രത്തോളം വേക്കൻസിയാണ് നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് നിലവിൽ എക്സാം നടന്ന സമയത്ത് ഇതിൽ വന്ന വേക്കൻസികളുടെ എണ്ണം എത്രയായിരുന്നു, 131 ആയിരുന്നു അല്ലേ. ഇപ്പൊ വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ട വേക്കൻസികളോട് ചേർക്കുന്ന സമയത്ത് അറൗണ്ട് ഒരു 200+ വേക്കൻസീസ് ആണ് ഇപ്പം നിലവിലുള്ളത്. തീർച്ചയായിട്ടും ആദ്യ റൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ആദ്യത്തെ ഒരു 200 അല്ലെങ്കിൽ ഒരു 250 പേർക്കെങ്കിലുള്ള അഡ്വൈസ് പോകാനാണ് സാധ്യത. അത് ഒട്ടും വൈകില്ല കേട്ടോ, അത് ഒട്ടും വൈകാൻ സാധ്യതയില്ല. അത് എത്രയും പെട്ടെന്ന് തന്നെ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ ചെറിയൊരു പ്രശ്നം കിടക്കുന്നുണ്ട്. അത് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞ കാര്യം തന്നെയാണ്. അതായത് KCBയിൽ ഒരു റീസ്ട്രക്ചറിങ് നടക്കുന്നുണ്ട്. അത് ഞാൻ ഒരിക്കലും നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ പറയുകയല്ല, പക്ഷെ റിയാലിറ്റി നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. KCB എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഇപ്പോൾ ഒരു പ്രോഫിറ്റബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയാം.
ഓക്കെ, KCB ഒരു മോണോപോളി ആയിട്ട് പോലും അത് എന്തുകൊണ്ട് പ്രോഫിറ്റബിൾ ആയിട്ടില്ല എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ആലോചിക്കേണ്ട കാര്യമാണ്. എന്നിരുന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് KCB എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ അല്ല. ഒരുപാട് നഷ്ടങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ റെഗുലേറ്ററി കമ്മീഷൻ ഒരു റീസ്ട്രക്ചറിങ് ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ട്. സോ റീസ്ട്രക്ചറിങ് നടക്കുന്നത് കൊണ്ട് നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും അവസരങ്ങൾ നഷ്ടപ്പെടില്ല. പക്ഷെ അത് കാരണം കുറച്ച് ഡിലേ ഒക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരുപക്ഷെ പെട്ടെന്ന് കിട്ടേണ്ട ജോബ് ഒരു 6 മാസമോ 7 മാസമോ ഒക്കെ വൈകാനുള്ള സാധ്യതയുണ്ട്. സോ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ രൂപീകരിച്ചുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ടുള്ള മൂവ്മെന്റ് നടത്തുക തന്നെ വേണം. അത് എല്ലാ അർത്ഥത്തിലും. അപ്പോൾ എൻട്രി അതിന് 100% സപ്പോർട്ട് ചെയ്യാണ്. കാരണം എൻട്രി ടീമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ആദ്യമായിട്ട് ഈ എക്സാമിനെ കുറിച്ചുള്ള ഒരുപാട് ക്യാമ്പയിൻ നടത്തിയിട്ടുള്ളത്. അതായത് ഈ ഒരു എക്സാം KCB സബ് എഞ്ചിനീയർ എക്സാം ആദ്യമായിട്ട് വരുമെന്ന് അനൗൺസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ക്യാമ്പയിനുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് എൻട്രിയുടെ അധ്യാപകർ തന്നെയാണ് ആദ്യം നിങ്ങളെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. സോ അതേ ക്യാമ്പയിൻ, നിങ്ങളുടെ ജോബ് അഡ്വൈസ് മെമ്മോ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് വരെ ആ ക്യാമ്പയിനിങ്ങിന്റെ ഭാഗമായി ഞങ്ങൾ ഉണ്ടാവും. സോ എൻട്രി ആപ്പിലുള്ള മുഴുവൻ ടീമും നിങ്ങളോടൊപ്പം ഉണ്ടാവും. സോ അതിനുവേണ്ടി എല്ലാ അർത്ഥത്തിലും നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വന്ന അതേ എഫേർട്ട് തന്നെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അത് അഡ്വൈസ് ആക്കി മാറ്റുന്ന കാര്യത്തിലും ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. സോ അതിന് എല്ലാ പിന്തുണയും എൻട്രിയുടെ ഭാഗത്തു നിന്ന് വരികയും ചെയ്യും. സോ അതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. എക്സ്പെക്റ്റഡ് വേക്കൻസി എത്ര ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ അസിസ്റ്റന്റ് എഞ്ചിനീയറിൽ 400ഓളം ഒഴിവുകൾ ഉണ്ടായിട്ട് പോലും വെറും 6 വേക്കൻസി മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അസിസ്റ്റന്റ് എഞ്ചിനീയറിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 250 പേർക്കെങ്കിലും പോസ്റ്റിംഗ്, അല്ലെങ്കിൽ 250 to 300 എങ്കിലും ഒരു പോസ്റ്റിംഗ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ മെയിൻ ലിസ്റ്റ് കംപ്ലീറ്റ് ആളുകൾക്കും ജോബ് ലഭിക്കുമായിരുന്നു. അതാണ് ഒന്നാമത്തെ ഘടകം. അതായത് നിങ്ങൾ KCB അസിസ്റ്റന്റ് എഞ്ചിനീയർ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ 300 ആളുകൾക്ക് ജോബ് ലഭിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ റാങ്ക് ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്കും, മെയിൻ ലിസ്റ്റിലുള്ള ആളുകൾക്കും ജോബ് ലഭിക്കും. പക്ഷേ അത്രത്തോളം വേക്കൻസി വരൂ എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും എന്ത് സംഭവിക്കാൻ പോകുന്നത്, ഈ ലിസ്റ്റിൽ എത്രത്തോളം ആളുകൾക്ക് ജോബ് ലഭിക്കാൻ പോകുന്നുള്ളത് തീരുമാനമാവുക. ഓക്കെ, സോ A ലിസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് കേട്ടോ. ഇവിടെ KCB സബ് എഞ്ചിനീയർ എക്സാമിന് A ലിസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് പ്രൊഫസർ, ദെൻ അങ്ങനെയുള്ള ഓൾറെഡി കഴിഞ്ഞു പോയ എക്സാമുകളിൽ പല എക്സാമുകളും എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിലൊക്കെ ഓവർലാപ്ഡ് ആയിട്ട് സ്റ്റുഡൻസ് വന്നിട്ടുണ്ടാവും. സോ നിങ്ങൾ മുഴുവൻ സമയവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുക തന്നെ ചെയ്യാം. ഈ ലിസ്റ്റിലുള്ള എല്ലാ ആളുകൾക്കും എക്സാമിന് പ്രതീക്ഷിക്കുക തന്നെ ചെയ്യാം. സപ്ലിമെന്ററി ലിസ്റ്റിലുള്ള ആളുകളെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്പെഷ്യൽ കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് ജോബ് ലഭിക്കും, അതിലൊന്നും സംശയമല്ല. പക്ഷേ എല്ലാ ആളുകൾക്കും, സപ്ലിമെന്ററിയിലുള്ള ആളുകൾക്കും ജോബ് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. അതിനുള്ള സാധ്യത വളരെ വളരെ കുറവ് തന്നെയാണ്. സപ്ലിമെന്ററി ലിസ്റ്റിലുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലേക്ക് പോകണം. മെയിൻ ലിസ്റ്റിലുള്ള ആളുകളും നിങ്ങൾക്ക് എന്താണോ അഡ്വൈസ് മെമ്മോ വരുന്നത് അന്ന് വരെ നിങ്ങൾ പഠിക്കണം. അടുത്ത ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി കാത്തിരിക്കണം എന്നുള്ളതാണ്. അടുത്ത ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി കാത്തിരിക്കണം എന്നല്ല, ട്രൈ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ഇവിടെ പറഞ്ഞു തരാനുള്ളത്. സോ റാങ്ക് ലിസ്റ്റിലുള്ളവരൊക്കെ വളരെ പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുക. നമുക്ക് A ലിസ്റ്റിൽ പരമാവധി ആളുകൾ എത്തിക്കാൻ കഴിഞ്ഞാൽ, A ലിസ്റ്റിലൂടെ പരമാവധി ആളുകൾക്ക് ജോബിലേക്ക് എത്താൻ കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സബ് എഞ്ചിനീയർ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്കും ജോബ് ലഭിക്കും. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇത്രത്തോളം വേക്കൻസി ഒന്നും ഇവിടെ വന്നിട്ടില്ലെങ്കിലും എന്തായാലും ഒരു 500+ പോസ്റ്റിംഗ് എന്തായാലും നമുക്ക് എവിടെ പ്രതീക്ഷിക്കാം, അടുത്ത 3 വർഷത്തിനുള്ളിൽ KCBയിൽ പ്രതീക്ഷിക്കുക. അതുപോലെ 2024ലും 2025ലൊക്കെ KCBയിൽ നല്ല രീതിയിൽ റിട്ടയർമെന്റ് വരുന്നുണ്ട്. സോ അതൊന്നും ഞാൻ കൺസിഡർ ചെയ്തിട്ടില്ല. ഞാൻ നല്ല രീതിയിൽ, നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, പാനിക് ആവേണ്ട കാര്യമല്ല. റീസ്ട്രക്ചറിങ് നടക്കുമ്പോൾ ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെടുമെന്ന് വിചാരിക്കേണ്ട, അതൊന്നും അങ്ങനെയുള്ള ന്യൂസ് ഇല്ല. പക്ഷേ ഞാൻ പറയുന്നത് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻസും ഒക്കെ ഫോം ചെയ്തിട്ട് കൃത്യമായിട്ട് അതിന്റെ പിന്നാലെ ഫോളോ അപ്പ് എടുത്ത് പോകണം. അത്തരം അപ്ഡേറ്റ്സുകളൊക്കെ വരുമ്പോൾ എൻട്രി ഈ ചാനലിലൂടെ തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ദെൻ എൻട്രി ആപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ റിസൾട്ട് ഓൾറെഡി നമ്മൾ അനൗൺസ് ചെയ്ത റിസൾട്ട് തന്നെയാണ്. അതായത് ഈ ഒരു അറ്റംപ്റ്റിൽ 120+ സ്റ്റുഡൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആദ്യ അറ്റംപ്റ്റിൽ KCB സബ് എഞ്ചിനീയറിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള ആദ്യത്തെ ക്യാമ്പയിനിങ്ങിൽ തന്നെ ഈ ഒരു റിസൾട്ട് 120+ ആണ്. ഞാനിത് കംപ്ലീറ്റ് ഡീറ്റെയിൽസിലേക്ക് പോകാത്തത്, മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ള 120+ ഉദ്യോഗാർത്ഥികളുടെ ആ ഒരു ലിസ്റ്റ്, ഗോൾഡ് ബാച്ച് യൂസേഴ്സ് ആണ് ഇതിൽ ഭൂരിഭാഗം ആളുകളും ഉള്ളത്. സോ അതാണ് ഈ ഒരു എക്സാമിൽ എൻട്രി ആപ്പ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സമ്മാനം എന്ന് പറയുന്നത്. സോ
ഈ ഒരു സമ്മാനം അല്ലെങ്കിൽ ഈ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തിയത് എൻട്രിയുടെ അധ്യാപക നിരയുടെ ആ ഒരു മികവുറ്റ പ്രവർത്തനങ്ങൾ തന്നെയാണ്. എസ്പെഷ്യലി എടുത്തു പറയുകയാണെങ്കിൽ സാലിം മുബാറക് സാർ, അതേപോലെ തന്നെ സിബിൻ സാറ്, അതേപോലെ ഷാലിഖ് സാറ്, അരവിന്ദ് സാറ്, ഇവരൊക്കെ നടത്തിയിട്ടുള്ള ആ ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അതിന്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള റിഫ്ലക്ഷൻ ആണ് ഈ റിസൾട്ട് എന്ന് പറയുന്നത്. അവരെല്ലാവരും ഈ റാങ്ക് ലിസ്റ്റിൽ നല്ല പൊസിഷനിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓൾറെഡി അരവിന്ദ് സാറൊക്കെ ഓൾറെഡി ജോബിൽ കയറി കഴിഞ്ഞു, ബാക്കിയുള്ളവരൊക്കെ നല്ല രീതിയിൽ ലിസ്റ്റിൽ മുന്നിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ അവരുടെ കൂടി എഫേർട്ടോട് കൂടി, അവരുടെ എഫേർട്ടും നിങ്ങൾ ഉദ്യോഗാർത്ഥികളുടെ ഡെഡിക്കേഷനും കമ്മിറ്റ്മെന്റും കൊണ്ട് തന്നെയാണ് നല്ലൊരു റിസൾട്ടിലേക്ക് എൻട്രിക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ എനിക്ക് ഏറ്റവും അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതിൽ ഭൂരിഭാഗം ആളുകളും നമ്മുടെ എൻട്രിയുടെ ലൈവ് സെഷൻസുകൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവും. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം എൻട്രിയുടെ ലൈവ് സെഷൻസ്, അതായത് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്ന ലൈവ് സെഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്രീ മെഗാ റിവിഷൻ സീരീസ് KCB സബ് എഞ്ചിനീയർ ടൈമിൽ നടത്തിയപ്പോൾ ഏകദേശം 37,000ഓളം വ്യൂസ് ആണ് നമുക്ക് അന്ന് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ എല്ലാ ദിവസങ്ങളിലും ഉദ്യോഗാർത്ഥികളുടെ ആ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് ഏറ്റവും അവിസ്മരണീയമായിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു ആ സമയത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ ഇതുപോലുള്ള കണ്ടന്റുകൾ, വീഡിയോ കണ്ടന്റുകളും ഇതുപോലുള്ള ക്യാമ്പയിനുകളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും ഞങ്ങൾ ഈ ചാനലിലൂടെ. സോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ നിങ്ങളിലേക്ക് എത്തും. ഞങ്ങളുടെ അധ്യാപകർ, നിങ്ങൾക്ക് മുമ്പിൽ ഈ കഴിഞ്ഞ എക്സാമുകളിൽ നിങ്ങളെ നയിച്ച അധ്യാപകരുടെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവരൊക്കെ നിങ്ങളോടൊപ്പം ഉണ്ടാവും. സോ ആ രീതിയിൽ നമ്മൾ അന്ന് നടത്തിയ ആ ഒരു മൂവ്മെന്റ് ആണ്, അല്ലെങ്കിൽ അന്ന് നടത്തിയ ആ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള എഫേർട്ട് ആയിരിക്കും നിങ്ങളുടെ റിസൾട്ടിലേക്കൊക്കെ എത്തിച്ചിട്ടുണ്ടാവുക. എത്രത്തോളം ആളുകൾക്ക് ഈ ലൈവ് സീരീസ് ഒക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുള്ള താഴെ വീഡിയോയിൽ കമന്റ് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ ഇനി എന്തെന്നുള്ളൊരു ചോദ്യം ഉണ്ട് കേട്ടോ. വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യം, നമ്മൾ ഈ എക്സാമുമായി ബന്ധപ്പെട്ട് പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാന്നുള്ളത് തന്നെയാണ്. അതായത് കൃത്യമായിട്ട് അതിന്റെ റാങ്ക് ഹോൾഡേഴ്സ് മീറ്റപ്പ് ഒക്കെ നടത്തിയിട്ട് കൃത്യമായിട്ട് മുന്നോട്ട് പോവുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ റാങ്ക് ഹോൾഡേഴ്സ് ആണ്, നിങ്ങൾക്ക് റാങ്ക് ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ ഈ കോമ്പറ്റീഷനിൽ നിന്ന് മാറി നിൽക്കരുത്. ഇതൊരു വലിയ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അഡ്വൈസ് ലെറ്റർ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് വരെ ആ ജോബ് നിങ്ങളുടേതല്ല എന്നത് തന്നെയാണ് എനിക്ക് നിങ്ങളടുത്ത് പറഞ്ഞു തരാനുള്ളത്. നിങ്ങൾക്ക് മുമ്പിൽ വരാനിരിക്കുന്ന ഓപ്പർച്യൂണിറ്റീസുകളെ മിസ് ചെയ്യരുത്. വരാനിരിക്കുന്ന എക്സാമുകളെ നിങ്ങൾ ക്രാക്ക് ചെയ്യുക തന്നെ വേണം. അപ്പൊ നിങ്ങൾക്ക് മുമ്പിൽ അടുത്ത ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്? അത് RRB JEE എക്സാമും SSC JEE എക്സാമും ആണ് അല്ലേ. എസ്പെഷ്യലി RRB JEE എക്സാം ഒരു പക്ഷേ നമ്മൾ സബ് എഞ്ചിനീയർ എക്സാം പോലെ തന്നെ ഏറ്റവും കൂടുതൽ അവസരങ്ങൾ വരുത്താൻ പോകുന്ന എക്സാം തന്നെയാണ്. സോ അത് ക്രാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ നിങ്ങളെ ഭാഗത്തുനിന്നുണ്ടാവണം. റാങ്ക് ലിസ്റ്റിൽ വന്നു എന്ന് കരുതി എല്ലാം അവസാനിച്ചു എന്ന് കരുതരുത്. നിങ്ങളുടെ കയ്യിൽ അഡ്വൈസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ ജേർണി താൽക്കാലികമായിട്ടെങ്കിലും അവസാനിപ്പിച്ചു എന്ന് പറയാം. താൽക്കാലികമായിട്ട് ഉദ്ദേശിച്ചത് ഇനിയും നിങ്ങൾ ഹയർ പോസ്റ്റിലേക്കൊക്കെ പോകണം. നമ്മുടെ ആ ഒരു കോമ്പറ്റേറ്റീവ് എബിലിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ റിസൾട്ട് നേടിയെടുത്ത ഉദ്യോഗാർത്ഥികളെ കുറിച്ച് പറയുമ്പം അവരൊക്കെ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത ആളുകൾ, ലാസ്റ്റ് ടൈം പ്രിപ്പറേഷനിൽ ജോബിൽ വന്ന ആളുകളല്ല. അവരൊക്കെ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് കൃത്യമായ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയ ഉദ്യോഗാർത്ഥികളാണ്. അവരിലൂടെയാണ് നമ്മൾ ഈ റിസൾട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ളത്, നേരത്തെ തുടങ്ങുക, പ്ലാൻ ചെയ്ത് പഠിക്കുക, നിങ്ങളെ വിജയം കാത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സോ ഈ ഒരു സബ് എഞ്ചിനീയർ ജേർണിയിൽ ഞങ്ങളോടൊപ്പം നിന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഈ വിജയം നിങ്ങളുടെ കൂടി വിജയമാണ്. നിങ്ങളാണ് ഈ വിജയം സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള ചരിത്ര വിജയങ്ങൾ ഇനിയും നമുക്ക് RRB JEE നമ്മൾ ഈ പറഞ്ഞ ലിസ്റ്റിന്റെ ഡബിൾക്ക് അതിലധികം വലിയ റിസൾട്ടിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. സോ അതിനുള്ള RRB JEE ഗോൾഡ് ബാച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളെ വിളിച്ച് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.